ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുച്ച് ബീമോറും ബഹിരാകാശ സഞ്ചാരത്തിനിടെ കുടുങ്ങിപ്പോയി എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിന്റെ സത്യം എന്താണെന്ന് നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. സാങ്കേതിക തകരാറുകളാൽ വിക്ഷേപണം പലതവണ മാറ്റിവെച്ച ശേഷമാണ് സ്റ്റാർ ലൈനർ ബഹിരാകാശ പേടകം ജൂൺ 5-ന് ബുച്ച് ബീമോറിനെയും സുനിത വില്യംസിനെയും വഹിച്ച് ആദ്യ യാത്ര തുടക്കം കുറിച്ചത്. ബഹിരാകാശത്തേക്ക് മനുഷ്യന് പോയി തിരിച്ചു വരാനുള്ള പദ്ധതിയുടെ തുടക്കമാണ് അമേരിക്കയുടെ നാഷണൽ എയറോനോട്ടിക്കൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അതായത് നാസ മുൻകൈ എടുത്ത കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമാണ് ബോയിങ് സ്റ്റാർലൈൻ. ബഹിരാകാശ ഗവേഷണത്തിന് പണം കൂടുതൽ ആവശ്യം വരുന്നതിനാൽ നാസ ബഹിരാകാശ യാത്രക്കാരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിശ്ചിത ഇടവേളകളിൽ എത്തിക്കാൻ വേണ്ടി സ്വകാര്യ കമ്പനികൾ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തി. നാസയുടെ സാങ്കേതിക പുനരുപയോഗ ശേഷിയുള്ള ബഹിരാകാശ വാഹനങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അതുപോലെ ഉണ്ടാക്കിയ ബഹിരാകാശ വാഹന ശ്രേണിയാണ് ബോയിങ് സ്റ്റാർലൈൻ CST-100. യാത്രക്കാർ അന്താരാഷ്ട്ര ബഹിരാകാശത്ത് എത്തിയ ശേഷം അവിടെ ഒരാഴ്ച ചെലവിടുകയും അതിനുശേഷം ഭൂമിയിലേക്ക് തിരിച്ചെത്തുക എന്നതുമായിരുന്നു അവരുടെ ലക്ഷ്യം. പലതവണ മാറ്റിവെച്ചിട്ടും വിശദ പരീക്ഷണ നിരീക്ഷണത്തിന് വിധേയമായി. എല്ലാ തകരാറുകളും പരിഹരിച്ചാണ് യാത്ര പുറപ്പെട്ടത്. എന്നാൽ ബഹിരാകാശവുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് തന്നെ സർവീസ് മൊഡ്യൂളിലുള്ള ബഹിരാകാശ വാഹനത്തെ നിയന്ത്രിക്കുന്ന 28 ത്രസ്റ്ററുകളിൽ 5 തകരാറിലായി. ആദ്യ ശ്രമത്തിൽ ചെന്നെത്താൻ സാധിച്ചില്ലെങ്കിലും അടുത്ത ശ്രമത്തിൽ വിജയിച്ച് യാത്രക്കാർ ബഹിരാകാശത്ത് പ്രവേശിച്ചു. എന്നാൽ വാഹനത്തിന്റെ പ്രൊപ്പോഷൻ സിസ്റ്റത്തിന്റെ പ്രഷർ നിർണ്ണയിക്കുന്ന നിർണായക ഘടകമായ ഹീലിയം വാതകത്തിന്റെ ചോർച്ച അതോടെ സ്ഥിരീകരിച്ചു. എന്നാൽ നാസയോ ബോയിങ് സ്റ്റാർലൈനറോ ഇതൊന്നും വലിയ കാര്യമായി എടുത്തിരുന്നില്ല. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാവട്ടെ 6 പേർക്ക് മാസങ്ങളോളം താമസിക്കാനുള്ള ഭക്ഷണവും മറ്റും അവർ കരുതിയിരുന്നു. സുനിത വില്യംസും ബുച്ച് ബിൽമോറും കൂടുതൽ ദിവസങ്ങൾ താമസിക്കേണ്ടി വന്നാലും പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. അവർ സുരക്ഷിതരാണെന്നും നാസ ഉറപ്പിച്ചു പറയുന്നു. എന്തൊക്കെയാണെങ്കിലും ശാസ്ത്രജ്ഞന്മാർ ത്രസ്റ്റർ തകരാറിന്റെയും വാതക ചോർച്ചയുടെയും കാരണം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറ്റമറ്റവും സുരക്ഷിതവുമായ ബഹിരാകാശ വാഹനം നിർമ്മിക്കുന്നതിന് നല്ല പാഠങ്ങൾ കൂടിയാണ് ഇത്തരം ചെറിയ ചെറിയ തകരാറുകൾ. സുനിത വില്യംസും ബുച്ച് ബിൽമോറും സുരക്ഷിതരായി തന്നെ തിരിച്ചു വരാൻ നമുക്ക് കാത്തിരിക്കാം.